ഞാനൊരു പേര് ക്രിസ്ത്യാനിയാണ്. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനും ഞങ്ങളും ഒത്ത് ബ്രാൻഡി കുടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തോന്നിയാസം പോലെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ രാത്രി ഞാൻ 2, 3, 4 ദിവസമാകും 100-200 ലിറ്റർ തൈലം കായ്ക്കും, എണ്ണ മരുന്ന് വയ്ക്കും. 100-200 ലിറ്റർ 3 ദിവസം 4 ദിവസം തീ വയ്ക്കും. അപ്പൊ എൻ്റെ ശിഷ്യന്മാരവിടെ ഒരടിമുറ ഒരു ചുമട് പറഞ്ഞു കൊടുത്താൽ അവർ 2 ദിവസം നിന്ന് ജോലി ചെയ്യും. ഒരു ചുമടിനെ 2 പിരിച്ച് പറക്കി കൊടുക്കും. ഒറ്റ ചുമട് 12 ഇരുന്നാൽ ഈ 12 ചുമടിനെ 24 ചുമടായി പൊളിച്ച് അവനെ 24 ദിവസം പഠിപ്പിച്ച് പൈസ വാങ്ങിക്കും. അങ്ങനെ പെട്ടോർത്തനാണ്. 108 വർമ്മമുണ്ട്, പറഞ്ഞു കൊടുക്കും. വർമ്മത്തിൻ്റെ 4 നെല്ല് 1 നെല്ല് മാറ്റിക്കൊടുക്കും. അവൻ പിതിക്കിയ വീഴില്ല, നമ്മൾ പിതിക്കിയ വീഴും. എന്താശാനെ പിതിക്കിയിട്ട് ഇളവിയില്ല? ഹല്ലേലൂയ. അത് മര്യാദക്കാരനെ മർമ്മം പഠിക്കാൻ പറ്റൂ. 12 തട്ടിയാ വീഴും, തൊട്ടാൽ ഒന്നുമില്ലെന്ന് മനുഷ്യന്റെ ജീവിതം. ഹല്ലേലൂയ. പഠിച്ച നല്ല കുളിക്കാനും ചാടാനും ഓടാനും വളരെ ഭയമായിരിക്കും. ആളുകൂട്ടത്ത് ബസ്സിൽ കണ്ടാലും നമ്മൾ പേടിച്ചാണ് പോണത്, പഠിച്ചതുകൊണ്ട്. പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വാർപ്പിൽ എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുമ്പോ ഒരു സൗണ്ട് കേൾക്കുന്നു. അതിനകത്ത് തീ കനൽ ഒരു ഭാഗത്ത് ഒതുക്കി. അപ്പോൾ വളരെ ചൂടാണ്. അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരാൾ പറയാണ്, മകനെ മോഹൻ സിംഗ്, നരകത്തിൽ പോകാതിരിക്കാൻ നീ എന്ത് ചെയ്തു? നീ നിന്റെ മുഴു ശരീരവും നരകത്തിൽ പോയാ എന്ത് ചെയ്തു? ഞാൻ നേരത്തെ പറയും, 5 പഞ്ചഭൂതം വിസ്തരിക്കാൻ സമയമില്ല. 5 പഞ്ചഭൂതം മരിച്ചാൽ 5 പഞ്ചഭൂതവും 5-ലാകും. കാറ്റ് കാറ്റോട് മണ്ണോട് പോകും. മരിച്ചാൽ ഒന്നുമില്ലെന്നുള്ള ദൃഷ്ടാന്തമുള്ളവനാണ്. എന്നോട് ദൈവം സംസാരിച്ചു, നരകത്തിൽ പോകാതിരിക്കാൻ എന്ത് ചെയ്തു? തീക്കകത്തുള്ള വേദന എനിക്കറിയാം. ചൂട് അമ്മമാർക്ക് തീക്കകത്തുള്ള വേദന അറിയാം. പഴയ കാലത്ത് കരിപ്പട്ടി കായ്ക്കും അക്കാനി അറിയാമോ? അക്കാനി വലിയ വാർപ്പിൽ വെച്ച് കാച്ചുന്ന അമ്മമാർക്കറിയാം തീയുടെ ചൂട്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നരകത്തിൽ പോകാതിരിക്കാൻ എന്ത് ചെയ്തു? അപ്പൊ എൻ്റെ ഭാര്യയെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സൗണ്ട് കേട്ട് നരകത്തിൽ പോകാതിരിക്കാൻ എന്ത് ചെയ്തു? ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് അടുപ്പിൻ്റെ അടുത്തിരിക്കുമ്പോൾ പിന്നെ തീയുടെ ചൂടില്ല, പിന്നെ എന്തൊരു കാണും? എൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ അടുപ്പിനടുത്തിരിക്കുമ്പോൾ തീയുടെ ചൂടില്ല നിങ്ങൾക്ക് തോന്നും സാറേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ച് ചിലപ്പോൾ തീയുടെ ചൂട് കൊണ്ട് തോന്നിയതായിരിക്കുമെന്ന്. കുറച്ച് ദിവസം കിടന്നിട്ട് രാത്രി ഉറങ്ങിയ സമയത്ത് എൻ്റെ പേരിനെ യേശു വിളിച്ചു പറഞ്ഞു, മോഹൻ സിംഗ് എഴുന്നേൽക്ക, ഞാൻ വേഗം വരുന്നു. എന്നെ വിശ്വസിക്കാതെ മരിച്ചു പോകുന്നവൻ നരകത്തിൽ പോകുന്നു. ആർക്കും പേടിക്കാതെ പ്രസംഗിക്കുക.